ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് സോയാ ചങ്ക് ഫ്രൈ ആണ്. കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തത്. അതൊന്ന് നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുത്തു. 1 ടീസ്പൂണോളം ഉപ്പിട്ടു, ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് അടുപ്പത്ത് ഒന്ന് കഴുകിയായിരുന്നു ഞാൻ നേരത്തെ. എന്നിട്ടിതിനി അടുപ്പത്തൊക്കെ വെക്കുകയാണ്. ഗ്യാസ് കത്തിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. എളുപ്പം ഇത് വരും. തിളച്ച് ഒരു പതഞ്ഞിങ്ങനെ വരും. ആണ് ഇതിനകത്തിലെ പ്രിസർവേറ്റീവ്സ് എല്ലാം പോയി. ഇത് നന്നായിട്ട് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് തന്നെ ഇത് വെന്ത് കഴിയും, പെട്ടെന്ന് ഇതാവുന്നതാണ്. ചിലരിത് വേവിക്കാതെ തന്നെ കുതിർക്കത്തേ ഉള്ളൂ, ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്താലും മതി. ഞാൻ എളുപ്പം അങ്ങ് ആകി കിട്ടാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് നല്ലവണ്ണം അത് ആറണം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തു. ഇതെല്ലാം പൊങ്ങി കിടക്കുകയാണ്. താഴോട്ട് ഒന്ന് അമർത്തിയൊക്കെ കൊടുത്തു വേഗം ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇതിനെ നമുക്കതൊന്ന് വാങ്ങി വെക്കാം. കണ്ടില്ലേ, ഒരുപാട് പതയാണ് ഇതിന്, കാരണം ഇതിൻ്റെ പ്രിസർവേറ്റീവ്സൊക്കെ ഇറങ്ങുന്നതാവും. അപ്പോൾ ഇത് ഒന്ന് നമുക്ക് വാങ്ങി വെക്കാം. ഇതൊന്ന് ഇനി നന്നായിട്ടൊന്ന് ആറി കിട്ടണം. ശരിക്കിത് ആറാത്തത് കൊണ്ട് ഞാൻ 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ടങ്ങ് ഊറ്റിക്കളഞ്ഞു. എന്നിട്ടാണ് എടുത്തത്. ഇത് നല്ലവണ്ണം ഞെക്കിപ്പിഴിഞ്ഞ് എടുക്കണം. 2-3 പ്രാവശ്യം ഞെക്കിപ്പിഴിഞ്ഞ് വെള്ളമൊഴിച്ച് വീണ്ടും ഞെക്കിപ്പിഴിഞ്ഞ് എടുത്തു. എന്നാലേ അതിൻ്റെ പ്രിസർവേറ്റീവ്സ് കംപ്ലീറ്റ് പോയി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അതിനൊരു സ്മെല്ലും ഒക്കെ തോന്നും അതിന്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ. കണ്ടില്ലേ പിഴിഞ്ഞെടുക്കുന്ന വെള്ളത്തിൻ്റെ കളറ്. ഇപ്പോഴിത് 3ാമത്തെ പ്രാവശ്യം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് മസാല ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തൈര് എടുക്കുകയാണ്. 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് തൈര് ഒഴിച്ചത്. 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കോൺ സ്റ്റാർച്ച് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ടിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ആവണം. എല്ലാ മസാലയും തൈരും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അതുവരെ ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിനകത്തിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയാ ചങ്ക് അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. മസാല എല്ലാ സോയാ ചങ്കയിലും പിടിക്കണം. അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഇത് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കാനായിട്ട് എടുത്തത്. ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് വറുത്ത് കോരാനായിട്ട് കുറച്ച് ഓയിൽ ഞാൻ പാനിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് വേവൊന്നും വലുതായിട്ടില്ല. ഇതൊന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി. നമുക്ക് ഒരുപാട് ഓയിലൊഴിച്ച് കളയണ്ട, കുറേശ്ശെ ഓയിലൊഴിച്ച് കൊടുത്താൽ മതി. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പം എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്.
നമുക്കിതിനകത്തിലൊക്കെ ഇനി സോയ ചങ്ക് പുരട്ടി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമ്മളിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് മൂപ്പിച്ച് കോരണം. ആദ്യം ഞാനിപ്പോൾ കുറച്ചേ ഇട്ടുള്ളൂ. ഒരു 3 ട്രിപ്പായിട്ടാണ് ഞാനിത് വറുത്ത് കോരിയത്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ അപ്പം മറുപുറവും കൂടെ നന്നായിട്ട് മൂത്ത് കിട്ടും. അത് നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വറുത്ത് കോരണം. ഇപ്പോഴിത് ഏകദേശം ഒന്ന് മൂപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിലേക്ക് നമുക്കിപ്പം വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് കീറിയതും ഒക്കെ ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല. ഇതിനകത്തിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഇപ്പോഴിത് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇത് കോരിയെടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാനും നല്ലതാണ്. അല്ലെങ്കിൽ ചായയുടെ കൂടെയൊക്കെ ചുമ്മാ കുറച്ച് തിന്നാനും നല്ലതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക് ഫ്രൈ ആണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻ്റ് ഇടാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ കമൻറ്റിനും ലൈക്കിനും ഒരുപാട് നന്ദിയുണ്ട്. അതൊരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ സ്വാദിഷ്ടമായ സോയ ചങ്ക് റെഡി. ഓക്കെ, താങ്ക് യു സോ മച്ച്.